ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജനുവരി 20 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുൻപുള്ള വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണുക. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആദ്യ വനിതാ മേധാവിയായി നീന സിംഗ് നിയമിതയായി. രാജസ്ഥാൻ കേഡറിലെ 1989 ബാച്ച് IPS ഉദ്യോഗസ്ഥയാണ്. കേന്ദ്രസേനയിൽ ഡയറക്ടർ ജനറലായി ഉയർത്തപ്പെടുന്ന ആദ്യ വനിത കൂടിയാണ് നീന സിംഗ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് മേധാവിയായി അനീഷ് ദയാൽ സിംഗ്, IDBP മേധാവിയായി രാഹുൽ റെസ്ഗോത്ര, ഫയർ സർവീസ്, സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡ് വകുപ്പുകളുടെ ഡയറക്ടർ ജനറലായി വിവേക് ശ്രീവാസ്തവ എന്നിവരെയും പുതുതായി നിയമിച്ചു. അയോധ്യയിലെ മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ഡാം, ആധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച അയോധ്യ ഡാം റെയിൽവേ സ്റ്റേഷൻ എന്നിവ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 6500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത്. 3 പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനിൽ വിമാനത്താവളങ്ങൾക്ക് സമാനമായ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ചടങ്ങിൽ രാജ്യത്തെ ആദ്യ അമൃത ഭാരത് എക്സ്പ്രസുകളുടെയും 6 പുതിയ വന്ദേ ഭാരത് തീവണ്ടികളുടെയും ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലമാവാനൊരുങ്ങി ധർമ്മടം. ജലസ്രോതസ്സുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സുസ്ഥിര ജലലഭ്യത ഉറപ്പാക്കുവാൻ ലക്ഷ്യമിട്ടാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലാണ് ബഡ്ജറ്റ് തയ്യാറാക്കുക. ഓരോ പഞ്ചായത്തിനും പ്രത്യേക ജല ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 2023 ഡിസംബറിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെ സുരക്ഷിതമായ 10 നഗരങ്ങളിൽ കോഴിക്കോടും ഉൾപ്പെട്ടു. ആദ്യ 10 ഉൾപ്പെട്ട കേരളത്തിലെ ഏക നഗരം എന്ന സവിശേഷതയും കോഴിക്കോടിന് സ്വന്തം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെക്കുറിച്ചും തമോഗർത്തങ്ങളെക്കുറിച്ചും വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ എക്സ്പോസാറ്റ് വിക്ഷേപണം വിജയകരം. ജനുവരി 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:10 വിക്ഷേപണം. PSLVയുടെ 60ാം വിക്ഷേപണമാണ് C-58 ദൗത്യം. ഭൂമിയിൽ നിന്ന് 650 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് എക്സ്പോസാറ്റിനെ എത്തിച്ചത്. ISROയുടെ വാണിജ്യ സ്ഥാപനമായ ഇൻസ്പേസ് വഴി ലഭിച്ച 10 പേലോഡുകൾ വഹിച്ചിരുന്ന PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ 3നെ ഭൂമിയിൽ നിന്ന് 350 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലും റോക്കറ്റ് എത്തിച്ചു. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച VSAT ഉപഗ്രഹവും ദൗത്യത്തിന്റെ ഭാഗമായി ഭ്രമണപഥത്തിലെത്തി. തിരുവനന്തപുരം LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമന്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത്. ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേക്ഷണ ദൗത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റ് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെത്തി. 4 മാസത്തെ യാത്രയ്ക്കു ശേഷമാണ് ജനുവരി 6 പേടകം ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1 പോയിന്റിൽ എത്തിച്ചേർന്നത്. 5 വർഷമാണ് ദൗത്യത്തിന്റെ കാലാവധി. പേടകത്തിലെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലുള്ള 440 ന്യൂട്ടൺ ലിക്വിഡ് അപ്പാച്ചി മോട്ടോർ എഞ്ചിനും 22 ന്യൂട്ടൺ ത്രസ്റ്ററുകളും ജ്വലിപ്പിച്ചാണ് പേടകത്തെ ഭ്രമണപഥത്തിലെത്തിച്ചത്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി ഡോക്ടർ അരവിന്ദ് പനഗരിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആയിരുന്നു. ഏഷ്യൻ വികസന ബാങ്കിന്റെ ചീഫ് എക്കണോമിസ്റ്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. NK സിംഗ് അധ്യക്ഷനായ 15ാം ധനകാര്യ കമ്മീഷനാണ് നിലവിലുണ്ടായിരുന്നത്. പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന അത്യപൂർവമായ യുറേഷ്യൻ നീർനായയെ കേരളത്തിലും കണ്ടെത്തി. ഇടുക്കിയിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് ഇതിനെ കണ്ടെത്തിയത്. ലുട്ര എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. കാർഷിക സർവകലാശാലയിലെ വനശാസ്ത്ര കോളേജിലെ വന്യജീവി ശാസ്ത്ര വിഭാഗം മേധാവി PO നമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നീർനായയെ കണ്ടെത്തിയത്.
IPL ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരമാകാൻ ജാർഖണ്ഡ് സ്വദേശിയായ റോബിൻ മിൻസ്. 3.60 കോടി രൂപയ്ക്കാണ് റോബിനെ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയത്. ജാർഖണ്ഡ് അണ്ടർ-19, അണ്ടർ-25 ടീമുകൾക്കായി കളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന സുജലം പദ്ധതിക്ക് തുടക്കമായി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും ജലവിഭവ വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഹില്ലി അക്വയുടെ കുടിവെള്ളമാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത്. നിലവിൽ 1 ലിറ്റർ കുടിവെള്ളത്തിന് 10 രൂപ നിരക്കിൽ ഈടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2023 ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളങ്ങളിലൊന്നായി ബംഗളൂരുവിലെ കെംപഗൌഡ വിമാനത്താവളത്തെ യുനെസ്കോ തിരഞ്ഞെടുത്തു. വിമാനത്താവളത്തിനകത്തെ നിർമ്മിതികൾക്കാണ് പുരസ്കാരം. മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ 2023 PT തോമസ് പുരസ്കാരം ലഭിച്ചത്. ഉത്തരം പ്രൊഫസർ M. മാധവ് ഗാഡ്ഗിൽ. ദക്ഷിണ നാവിക കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ ഇൻ കമാൻഡിംഗ് ചീഫായി നിയമിതനാകുന്നത്. ഉത്തരം വൈസ് അഡ്മിറൽ വെണ്ണം ശ്രീനിവാസ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയതിന്റെ എത്രാമത് വാർഷികമാണ് 2023 ആഘോഷിച്ചത്? ഉത്തരം 50. അടുത്തിടെ കേന്ദ്ര സർക്കാർ 5 വർഷത്തേക്ക് നിരോധിച്ച ജമ്മു കാശ്മീർ വിഘടനവാദി സംഘടന. ഉത്തരം തെഹ്രീക്കെ ഹൂറിയത്ത്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി. ഉത്തരം കാസർകോട്. തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കു നൽകിയിരിക്കുന്ന പേര്. ഉത്തരം BR അംബേദ്കർ പ്രജാഭവൻ. ഐസ്ലൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലെയ്ഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയത്. ഉത്തരം ISRO. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റത്താൽ ബംഗ്ലാദേശ് കോടതി 6 മാസം തടവിനു ശിക്ഷിച്ച നൊബേൽ പുരസ്കാര ജേതാവ്. ഉത്തരം മുഹമ്മദ് യൂനൂസ്. സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചത്. ഉത്തരം M. ശ്രീശങ്കർ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ. ഉത്തരം S. ശ്രീകല. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവായി ചുമതലയേറ്റത്. ഉത്തരം രൺധീർ ജയ്സ്വാൾ. ഇതോടെ 2024 ജനുവരി 20 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറന്റ് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.